അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, റമളാൻ മാസമാണ് വരുന്നത്. എപ്പോഴും നിങ്ങൾ നന്മ ചെയ്യുക. ആ നന്മ കണ്ട് നിങ്ങളുടെ മക്കൾ വളരുന്നത്. ആ മക്കളാണ് നല്ല കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത്. അതുകൊണ്ട് സഹോദരിമാരെ, ആരും കാണാതെ നിസ്കാരം കഴിഞ്ഞ് അള്ളാഹുവിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുക. ചെയ്തു പോയ പാപങ്ങൾ എടുത്തു പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുക്കുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, 2 ദിക്റുകൾ പറഞ്ഞു തരാം. അള്ളാഹുവിൻ്റെ അർശ് മുമ്പിലാണ് നിൽക്കുക. അത് പറഞ്ഞാൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. ഒന്നാമത്തേത്, നാവ് കൊണ്ട് അധികമായി ചൊല്ലുക. മരണസമയത്ത് ഇത് പറയാൻ ഓർമ്മ കിട്ടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. രണ്ടാമത്തേത്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ പ്രതിഫലം നിറയുന്ന ദിക്ർ. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ. അല്ലാഹു അക്ബർ എന്നാണ്. ഈ ദിക്റിൻ്റെ പ്രതിഫലം പറയാൻ നമുക്ക് കഴിയുകയില്ല. കാരണം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഇടയിൽ നന്മ വരുന്നതാണ്. മിഅ്റാജിൻ്റെ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയുകയാണ്, തങ്ങളുടെ ഉമ്മത്തിനോട് സ്വർഗത്തിൽ ഒരു മരം നടാൻ പറഞ്ഞു കൊടുക്കണം നബിയെ എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് സ്വർഗത്തിൽ ഒരു മരം നടാൻ കഴിയുക? ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുത്തു, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. ഇത് ചൊല്ലിയാൽ സ്വർഗത്തിൽ മരങ്ങൾ നട്ടുകൊണ്ടിരിക്കും. ഇത് ചൊല്ലിയാൽ 99 രോഗങ്ങൾ മാറുന്നതാണ്. നമ്മുടെ ഏറ്റവും വലിയ രോഗമായ മനസമാധാനം ഇത് ചൊല്ലിയാൽ അള്ളാഹു മനസമാധാനം നൽകുന്നതാണ്. റജബ് മുതൽ റമളാൻ വരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മാസമാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും പ്രതിഫലങ്ങളും ഒത്തിരി ലഭിക്കുന്ന മാസമാണ് ഈ മാസങ്ങൾ. വളരെ മഹത്വങ്ങളുള്ള മാസമാണ് റമളാൻ മാസം. ഈ മാസത്തിൽ അധികമായി ദിക്റുകളും സ്വലാത്തുകളും ഖുർആനും ചൊല്ലുക. റമളാനിൽ പാപങ്ങൾ പൊറുക്കപ്പെടുന്ന മാസമാണ്. റമളാനിൽ പാപങ്ങൾ പൊറുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ നഷ്ടത്തിലാകും. റമളാൻ കിട്ടുന്നവരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.